അതായത് പണ്ട് സനി എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ വരുമായിരുന്നു. ഒരു ദിവസം വിളിക്കാൻ വന്നിട്ട് ഇങ്ങനെ സൈക്കിളിൽ കയറ്റി ഭയങ്കര സ്പീഡിൽ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് നിന്നെ ഞാനൊന്ന് കൊല്ലുവാടാന്ന്. എന്റെ അടുത്ത് ചുമ്മാ തമാശക്ക് എന്തോ ഇറക്കം ഇറങ്ങിയല്ലേ നടി അവനെ പേടിപ്പിക്കാം. മറ്റേ നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന പ്രായമല്ലേ നിക്കറിട്ടായിരുന്നിരുന്ന. അപ്പം ഈ സനി ഇത് ഫ്ലാഷ് ബാക്ക് സനിയുടെ ഫ്രണ്ട്സ് എന്തോ 10 രൂപ 50 രൂപ ചോദിച്ചപ്പോ ഇവന്മാര് സനിയുടെ ബ്രേക്കാ കാറ്റെന്തോ ഊരി വിട്ടു വെച്ചിട്ടാണ് എന്നെ വിളിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇടയിൽ ഹൈ സ്പീഡിൽ വന്നിട്ട് ഒരൊറ്റ കിടത്തല് സനിയും സൈക്കിളും എന്റെ തലയിൽ. ഇവിടെ ഒന്നിങ്ങനെ തറ ടെസ്റ്റ് ചെയ്ത് ഞാൻ എണീച്ചോടനെ പറഞ്ഞ സാധനം എന്നറിയോ, എന്നെ നീ കൊന്നല്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ എന്റെ വെല്ലൊക്കെ ഒഴിഞ്ഞിരിക്കുന്നത് വീട്. ഇതാണ് മരണം. നീ സ്വർഗത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് വിചാരിക്കണല്ലേ. എടാ എന്നിട്ട് എവന് ചെറുതല്ലേ, വീണ സൗണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. ആ വീടിന്റെ ആ ഇറക്കത്തിലാണ് കിടത്തിയപ്പോഴാണ് വീണത്. സൈക്കിളിൽ ഞാൻ കൈ കുത്തിയോണ്ട് എന്റെ വിരല് ഇങ്ങനെ മടങ്ങിപ്പോയി. എടാ എല്ലാരും വന്ന് ഇവനെ എടുത്തോണ്ട് പോകണം. ഞാനവിടെ വിരലും വെച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. നമ്മളൊരു വിലയില്ല. അന്ന് മറ്റേ ക്യൂട്ട് മറ്റേ പൂക്കിയായിട്ടല്ലേ പൂക്കിക്ക് കുറച്ച് ഡാമേജ് വന്നു. ഒരുമാതിരി സ്റ്റാർ വാർസ് സിനിമയെ പറഞ്ഞ ഏലിയനെ പോലെയാണ് ഞാൻ ഇരുന്നത്. അപ്പോഴാണ് പൂക്കിയത് പാവപ്പെട്ടനെ കൊണ്ടിട്ട് പൂക്കി. ഞാൻ ഓർത്തില്ല, മറന്നുപോയി. ആ കാറ്റില്ലാന്നുള്ളത്. എന്നിട്ട് ഇവര് പണ്ട് മുട്ടായി വാങ്ങിച്ചിട്ട് മുറുക്കാൻ കടയിൽ നിന്ന് മുട്ടായി വാങ്ങിച്ചിട്ട് അത് എന്റെ കയ്യിൽ അല്ല എനിക്ക് തരൂലെന്ന് പറഞ്ഞു. മുറുക്കാൻ വാങ്ങിച്ചിട്ടാ? അല്ല മുട്ടായി വാങ്ങിച്ചിട്ടാ. മുറുക്കാൻ കടയിൽ നിന്ന് മുട്ടായി മറ്റേ ഈ തൊലിച്ചിട്ട്